السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل، وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാക്കി അള്ളാഹു നമുക്ക് പകരം നൽകുമാറാവട്ടെ. നാളെ പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഇനിയും സജീവമാകാൻ അള്ളാഹു ഈ ആയുഷിൽ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഒരു റമളാനിന് ശേഷം നമ്മൾ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലെ ഈ ക്ലാസ്സുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സെൻറ്ററിലെ മറ്റു ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പഴയ ഒരു സജീവതയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം പള്ളികളിലും അൽഫുത്തൈമിലും സർഊനിയിലും അതുപോലെ തന്നെ ദൽമൂക്കിലും പിന്നെ ഇവിടുത്തെ സ്ത്രീകളുടെ ക്ലാസ്സും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരാഴ്ചയോട് കൂടി പുനരാരംഭിക്കുകയാണ്. അള്ളാഹു എല്ലാം ഉപകാരപ്രദമാകുന്ന വിധം അത്തരം സദസ്സുകളെ ആക്കുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധമായ ഒരു റമളാനിൽ ഏറ്റവും നല്ല നിലയ്ക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പരമാവധി പരിശ്രമിച്ച നാളുകളായിരുന്നു. ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടാകും ഈ റമളാനിലെ അവസാനത്തെ ആ നിമിഷം. റമളാനിൽ അവസാനമായി അവസാനത്തെ 30ാമത്തെ നോമ്പ്, അല്ലെങ്കിൽ 29ാമത്തെ ആ രാത്രി, 30ാമത്തെ നോമ്പ് നോൽക്കാൻ വേണ്ടി നിന്ന ആ ഒരു അന്ത്യയാമം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിച്ച കാര്യം നമ്മളിപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. എത്ര ആളുകളാണ്, കോടാനുകോടി മനുഷ്യരിൽ ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിനോട് ആ രാത്രിയിൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട് ചോദിച്ചതുമൊക്കെ എന്തായിരിക്കും? വിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു വെച്ച ചില നിബന്ധനകളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹു വെച്ച ചില നിബന്ധനകളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം അത് ശക്തമാവണം. റബ്ബ് എന്നെ പരിഗണിക്കും, റബ്ബ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ജവാബ് നൽകും, എൻ്റെ കാര്യം വരമേൽപ്പിക്കാൻ അവൻ അത്രമാത്രം ഖൈറാണ് എന്ന ഒരു ഉറച്ച വിശ്വാസം. അള്ളാഹു എന്ന ഏകനായ റബ്ബിലുള്ള വിശ്വാസം അത് ശക്തിപ്പെടുമ്പോൾ, ആ ഈമാൻ നിറയുമ്പോൾ, ആ ഈമാനിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന്
അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സവിസ്തരം പല അധ്യായങ്ങളിലൂടെ പറഞ്ഞു പോകുന്നൊരു കാര്യം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കള് തമ്മിലടിച്ചതും അതിലൊരാൾ മറ്റൊരാളെ കൊന്നതും സൂറത്ത് മാഇദയിൽ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. വത്തുലു അലൈഹിം, നബിയെ നീ ഓതിക്കൊടുക്കുക, തിലാവത്ത് ചെയ്യുക അവരുടെ മേൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ മേൽ ഓതി കൊടുക്കണം. നബ ഇബ്നൈ ആദം, ആദമിൻ്റെ 2 ആൺകുട്ടികളുടെ കഥ, വാർത്ത, വൃത്താന്തം. ഇത് ഖറബ ഖുർബാനം ഫതുഖുബ്ബില മിൻ അഹദിഹിമ, 2 പേരും ഒരു ഖുർബാൻ നടത്തി. ഖുർബാൻ എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന് പറയാം അല്ലേ? അള്ളാഹുവിലേക്കുള്ള ഒരു തീരുമാനത്തിൽ അവരെന്ത് ചെയ്യാണ്, അതിനെ നിർവഹിക്കാൻ ഖരീബാവാൻ വേണ്ടിയ ഖുർബാൻ എന്ന് പലപ്പോഴും ഉറുദുവിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഖുർബാനി നമ്മൾ ഈദുൽ അദ്ഹക്ക് പറയാറുണ്ട്. അള്ളാഹുവിൽ ബലിയർപ്പിച്ച് റബ്ബിൻ്റെ സാമീപ്യം തേടലാണ്. അതുകൊണ്ടാണ് ഖുർബാൻ എന്നുള്ള പേരിൽ വന്നത്. ഖരീബ് എന്ന വാക്കിൽ നിന്നുള്ളതാണ്, നേർച്ചയാണ്. 2 പേരും ഒരു തീരുമാനം എടുക്കുകയാണ് അല്ലേ ഇനി. കാരണം ആർക്കാണ് മോളെ കെട്ടുക, പെൺകുട്ടിനെ വിവാഹം കഴിക്കുക എന്നുള്ള നിലക്കുണ്ടായിരുന്ന തർക്കങ്ങളായിരുന്നു. ആ വിശാലമായ ആ കഥ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ റബ്ബ് പറഞ്ഞു, ഒരാൾ മറ്റവനോട് പറയും, എന്താ പറഞ്ഞത്, ലാ അഖ്തുലന്നക്. ഒരാളുടെ അള്ളാഹ് സ്വീകരിച്ചിട്ടുള്ളൂ. 2 ആൾ നടത്തിയതിൽ ഒരാളുടെ കർമ്മമേ അള്ളാഹ് ചെയ്തിട്ടുള്ളൂ, സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റവൻ്റെ അള്ളാഹ് സ്വീകരിച്ചില്ല. അത് റബ്ബ് പറഞ്ഞു, തുഖുബ്ബില മിൻ അഹദിഹിമ വലം യുതഖബ്ബൽ മിനൽ ആഖർ. 2-ൽ ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു, ഒരാളുടെ എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. തുഖുബ്ബില എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ തഖബ്ബൽ അല്ലാഹ് മിന്ന വമിൻകും പറഞ്ഞവരാ, ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അള്ളാഹു സ്വീകരിക്കട്ടെ. തുഖുബ്ബില മിൻ അഹദിഹിമ, അള്ളാഹ് ഉപയോഗിച്ച വാക്കോ തന്നെയാണ്. 2-ൽ ഒരാളുടെ കർമ്മം സ്വീകരിക്കപ്പെട്ടു, വലം യുതഖബ്ബൽ, മറ്റൊരാളുടെ ആഖർ മറ്റുവൻ്റേത് സ്വീകരിക്കപ്പെട്ടതുമില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാനുള്ള കാരണവും സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണവും എന്താണ് എന്ന് അള്ളാഹ് അവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. സ്വീകരിക്കപ്പെടാത്ത ആള് തൻ്റെ കർമ്മം സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യമായി, മറ്റവനോട് ഒരു അമർഷമായി. ഖാല ലഅഖ്തുലന്നക, ഇപ്പം പറഞ്ഞു ഞാൻ എന്നെ കൊല്ലടാ, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. ആ ഒരു വാക്കിന്റെ പ്രയോഗമാണ് നൂന് സഖീല, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യുന്ന, കൊല്ലും ചെയ്തു അല്ലേ? ആ കഥ അള്ളാഹ് പറഞ്ഞു തന്നു. അപ്പോഴും മറ്റാൾ പറഞ്ഞത് എന്താ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മൾ നോമ്പോറ്റത് തഖ്വക്ക് വേണ്ടിയാണ്. പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിച്ചത് സൂക്ഷ്മത, അള്ളാഹുവിലുള്ള ഭക്തി ഉണ്ടാവാനാണ്. ആ ഭക്തി ഉണ്ടോ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും. ആ ഭക്തി മരണം വരെയുണ്ടോ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജവാബുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, ഉത്തരം ചെയ്യും. അതിനുള്ള പ്രതിഫലവും അള്ളാഹു നൽകുമെന്നാണ്. എന്നാൽ ഈ ഭക്തിയില്ലേ, തഖ്വയില്ലേ, അവൻ്റെ ഒന്നും അള്ളാഹുവിൽ സ്വീകാര്യമല്ല എന്നാണ്. മറ്റവന് ഇയാളെ കൊന്നു അല്ലേ, ആബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം നമ്മൾ വായിച്ചവരാ. ഇയാൾ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ വല്ല ഇലയ്യ, അതാണ് സൂക്ഷ്മതാബോധം. അയാൾക്കുണ്ടായിരുന്ന സൂക്ഷ്മതാബോധം സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണം അള്ളാഹ് പറഞ്ഞു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി. നമുക്ക് വാശി മൂക്കുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, ഒരാളെ കൊല്ലാൻ തോന്നുമ്പോൾ സലാമതി പറയാം, അവനെ കൊല്ലടാന്ന് അറിയില്ലേ. പക്ഷെ അതല്ല, പടച്ചോനെ പേടി ഉണ്ടാവാനുള്ള ചിന്തകളാണ് അവിടെ റബ്ബ് ഓർമ്മിപ്പിക്കണത്. റബ്ബ് പറയും, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി. ആ സഹോദരനോട് ഈ സഹോദരൻ പറയാ, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈകൾ എൻ്റെ കഴുത്തിലേക്ക് നീട്ടിപ്പിടിച്ചാലും ഞാൻ എൻ്റെ കൈ ഉയർത്തൂല നിന്നെ കൊല്ലാൻ വേണ്ടി. ഞാൻ എൻ്റെ കൈ നിന്നെ കൊല്ലാൻ വേണ്ടി പിടിക്കും. നീ എന്നെ കൊന്നോ, പക്ഷെ ഞാൻ നിന്നെ കൊല്ലൂല എന്ന് ആണ് പഠിപ്പിച്ചില്ല. എന്താ കാരണം? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പഠിച്ച റബ്ബിനെ പേടിയാണ്, സർവ്വലോക രക്ഷിതാവായ അള്ളാഹിനെ പേടിയാണ്. നമുക്ക് ആ പേടി ഇങ്ങോട്ട് വരണം, ആ പേടി ഉള്ളിലുണ്ടാകണം, മരണം വരെ ഉണ്ടാണെന്നാണ്. അതൊരു റമളാനിൽ നിറഞ്ഞിരുന്നു. അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മൾ നോമ്പോയിട്ട്. ചില കുട്ടികളെ ഭയങ്കര രസമാണ്, ഈ ടീനേജ് കുട്ടികളായിട്ടൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ചോദിക്കണം, നിസ്കാരം റമളാനിൽ പോലും ചെയ്തിട്ടില്ല, സ്കിപ്പ് ചെയ്തിട്ടില്ല. 5 നേരത്തെ നമസ്കാരങ്ങൾ റമളാനിൽ കറക്റ്റ് ടൈം ടു ടൈം നിസ്കരിക്കാം. പിന്നെ കഴിഞ്ഞപ്പോൾ പോയി തന്നെ, പിന്നെ പേടി കുറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? കാരണം എന്താ, റമളാനിൽ നിസ്കരിച്ചില്ല പിന്നെ നോമ്പ് പോയിട്ട് കാര്യമില്ല എന്ന് അവരെ മനസ്സിലുണ്ട്. അവൻ ചെയ്യും, നമസ്കരിക്കാൻ വേണ്ടി മുന്നിലുണ്ടാകും കൃത്യമായി. ഇനിയിപ്പോൾ സമയം വൈകിയാലും അതിന് നിസ്കരിച്ച് അതിന് വീട്ടാനുള്ള ഖളാ ചെയ്തുകൊണ്ടെങ്കിലും അതിന് നിർവഹിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷെ റമളാൻ കഴിഞ്ഞപ്പോൾ അത് പോയി. അങ്ങനെ പേടിയില്ല. നിർബന്ധമായ ബാധ്യതകൾ നഷ്ടപ്പെടുമ്പോൾ, അതിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്ന ഭയം
അല്ലെ? അത് ഏതൊരു കാര്യത്തിലും നമസ്കാരം എല്ലാ കർമ്മങ്ങളെയും സംബന്ധിച്ചാൽ അതാണ് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ആദം നബിയുടെ മകനിൽ അള്ളാഹു നമുക്ക് നൽകുന്ന മാതൃകയാണ് എനിക്ക് എൻ്റെ റബ്ബിനെ പേടിയാൻ. പടച്ച റബ്ബിനെ, പടച്ചോ സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനെ ഭയക്കുന്നവനാണ് ഞാൻ. ആ ഒരു സൂക്ഷ്മതാബോധം, ആ ഒരു ഭക്തി ആ മനസ്സിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ കർമ്മം സ്വീകരിക്കപ്പെട്ടത്. മറ്റേ ആൾക്കാർ ഇല്ല, പടച്ചോനെ പേടില്ലാത്തതുകൊണ്ടാണ് കൊന്നു. സ്വന്തം സഹോദരനെ കഴുത്ത് ഞെരിച്ച് അയാൾ കൊന്നു. പക്ഷെ കൊന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സങ്കടം വന്നു. പിന്നെ അവിടെ ഉണ്ടായ ചരിത്രം അള്ളാഹ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സൂറത്തു മാഇദയിലെ ആയത്തുകളിൽ അത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിൽ നമുക്കൊരു ഭയമുണ്ടായിരുന്നു. പടച്ചോനോടൊരു പേടി ഉണ്ടായിരുന്നു. പടച്ചോൻ്റെ എന്നെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെന്ന് അങ്ങേയറ്റത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ ശിക്ഷ മാത്രമല്ല പേടി, കർമ്മം സ്വീകരിക്കപ്പെടൂലേ എന്നുള്ള പേടി ഉണ്ടാവും. പേടിൻ്റെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സംഭവം അത് പറഞ്ഞും ചെയ്തു. റസൂലേ, എന്താണ് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മം ചെലവഴിച്ച ആളുകൾ ഭയമുള്ളവരാണ്. ഖുലൂബുഹും വജില എന്ന് പറഞ്ഞു. ഹൃദയങ്ങൾക്ക് നടുക്കുണ്ട്, ഭയമുള്ളവരാ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കർമ്മം ചെയ്തവർക്ക് എന്തിനാ ഭയം? അള്ളാന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത ആളുകൾക്ക് എന്തിനാ പേടി? ഒരു സൽക്കർമ്മം ചെയ്തവരല്ലേ, എന്തിനാ പോയി പേടിക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അവരുടെ ഭയം എന്ന് പറയുന്നത് എന്താണ്? ആ കർമ്മം അള്ളാഹ് സ്വീകരിക്കുമോ എന്ന പേടിയാൻ. ആ ഒരു പേടിണ്ടാണെന്നാണ്, അള്ളാഹുവിലുള്ള ആ ഒരു ആഗ്രഹവും, എന്നാൽ റബ്ബ് എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ലേ എന്ന ഒരു തോന്നലും ഒരു വിശ്വാസി എന്ന നിലക്കുണ്ടാകണമെന്നാണ്. അള്ളാഹിനോട് നിരന്തരമായി പറയുക. അതൊന്നും നമ്മളെ കയ്യിലല്ല. അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിക്കും, പഠിച്ചോനെ എനിക്ക് ഈ ഒരു ഇസ്തിഖാമത്ത്, റമളാനിൽ എനിക്ക് കിട്ടിയ ഈ ഒരു സ്ഥൈര്യം, റമളാനിൽ എനിക്ക് കിട്ടിയ ഈ ഒരു ഹിദായത്തുള്ള ഈമാനിൻ്റെ ആ ഊർജം, അത് മരണം വരെ റബ്ബെ നീ എനിക്ക് നിലനിർത്തി തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹുവാണ് ഇത് നിലനിർത്തി തരുന്നത്, അല്ലേ? നബി ഇഷ്ടപ്പെട്ട കുറേ ആളുകൾ ഉണ്ടായിരുന്നു മക്കയിൽ. നബിക്ക് ആഗ്രഹമായിരുന്നു അവർക്ക് ഹിദായത്ത് കിട്ടാൻ. പക്ഷെ അള്ളാഹ് പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബിയെ, നീ ഇഷ്ടപ്പെട്ടവനെ ഒരിക്കലും നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കൂല. അത് ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിന്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മൾ പറയും അള്ളാഹ് നേരായ ഇസ്തിഖാമത്തുള്ള നിലനിൽപ്പുള്ള ഒരു കാലം മാത്രം റമളാനിയല്ല, ഞാൻ കുറച്ച് റബ്ബാനിയായി ഒരു കാലം മുഴുവൻ, ഒരു ആയുഷ്കാലം മുഴുവൻ, തൊണ്ടക്കുടിയിൽ മരണം എത്തുന്നത് വരെ, റൂഹ് എന്നിൽ നിന്ന് വേർപ്പെടുന്നത് വരെ റബ്ബെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നവരിൽ റബ്ബെ നീ ഉൾപ്പെടുത്തണേ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അത് വേണം, ആ പ്രാർത്ഥന വേണം. കാരണം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാം. ദീനിൽ നിന്ന് അകന്നു പോകുന്ന കുറേ ആളുകൾ രാവിലെ മുഅ്മിനാണ്, പക്ഷെ വൈകുന്നേരമാകുമ്പോൾ ഒന്നുകിൽ മുനാഫിഖ് അല്ലെങ്കിൽ കാഫിർ. ആ രീതിയിലേക്ക് സ്വന്തം ദീനിനെ വലിച്ചെറിയുന്ന, കാരണം അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ എന്തില്ല റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധ്യമില്ലായതുകൊണ്ട് ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന യുക്തിവാദികളെ കാണാം. ഒരു യുക്തിവാദിയിലേക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇസ്ലാമിനോട് അയാൾക്ക് വെറുപ്പ് തോന്നാനുള്ള കാരണം പള്ളിയിൽ പോയ സമയത്ത് ചില ആളുകളുടെ പെരുമാറ്റമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മഹലിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായാലും അന്ന് ഞാനായിട്ട് തീരുമാനിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യൂല, ആ കമ്മ്യൂണിറ്റിക്ക് ഞാനില്ല. ഒരാൾ എത്ര ലാഘവത്തോടെയാണ്, അറിവില്ലായ്മയാണ്, ഹിദായത്ത് തന്നെ അള്ളാഹ് കൊടുക്കുന്നതാണ്. ചില ആൾക്കാരോട് സംസാരിച്ചാൽ കാണാം, എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്കും എന്ത് ചെയ്യുക, യുക്തിവാദിയാവുക. അവർ പറയുകയും ചെയ്യും, ഞങ്ങളെയൊക്കെ യുക്തിവാദികളാക്കിയത് ചിലപ്പോൾ എന്താണ് ഇതുപോലത്തെ പുരോഹിതന്മാർ അന്ധവിശ്വാസ കഥകൾ ഇങ്ങനെ നാട്ടിലിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാം അതാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ കലാമുകളിലൂടെയും പ്രവാചകൻ്റെ തിരുസുന്നത്തുകളിലൂടെയും അവരെന്ത് ചെയ്യുന്നില്ല, സഞ്ചരിക്കുന്നില്ല. പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് സൽക്കർമ്മങ്ങളുമായി നമ്മൾ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം വരെ അതിനെ നിലനിർത്താനുള്ള ഇന്ധനത്തെ പ്രിയപ്പെട്ടവരെ കൂടെ കരുതേണ്ടവരാണ് നമ്മൾ. ഒന്നാമത്തെ ഇന്ധനമാണ് ആ പ്രാർത്ഥന എന്നുള്ള ഒരു കാര്യം. 5 നേരം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ എന്നെ ഈ ഒരു ഹിദായത്തിൽ നിലനിർത്തി തരണേ, ഈ എന്നെ മുസ്തഖീമായ ഈ സിറാത്തിൽ റബ്ബെ നീ എന്നെ വഴി നടത്തണേ. ഇത് മരണം വരെ വേണമെന്ന്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് പ്രാർത്ഥനകൾ മാത്രമല്ല, അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയോ, ഒരു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ചരിത്രം കേൾക്കാത്തവരാരുമില്ല. അഹ്മദ് ഇബ്നു ഹംബലിനെ ജയിലിലടച്ചു. ജയിലിലടച്ചത് അന്നത്തെ ഏറ്റവും നല്ല ഇസ്ലാമിക ഭരണാധികാരിയാണ്. ജയിലിലടക്കാനുള്ള കാരണം എന്തായിരുന്നു? അന്ന് നിലവിൽ വന്നിരുന്ന ഒരു ഖൽഖുൽ ഖുർആൻ
സൃഷ്ടിയാണെന്നുള്ളൊരു വാദമാണ്. കുറേ ആൾക്കാർ അതിൻ്റെ ആൾക്കാരായിരുന്നു. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ശരിക്കും ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണോ? അല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അതാണ്. പക്ഷെ പല ആളുകളും ഇപ്പോൾ മുഅ്തസിലിയാക്കളാവട്ടെ പല രീതിയിൽ ഇസ്ലാമിക ഇതിലേക്ക് പല പിളർപ്പുകളും കടന്നു വന്നപ്പോൾ വിശ്വാസത്തിൽ പലപ്പോഴും വ്യതിചലനങ്ങൾ സംഭവിച്ചു. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ് എന്നതിനപ്പുറത്തേക്ക് ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് എന്ന ഖൽഖുൽ ഖുർആൻ വാദം വന്നു. അന്ന് അതിനെ ഗണ്ണിക്കുന്ന പണ്ഡിതന്മാരിൽ അഹ്മദ് ബിൻ ഹംബൽ അതിശക്തമായി നിലകൊണ്ട ആളാണ്. അഹ്മദ് ബിൻ ലോകം മുഴുവൻ എതിർത്തപ്പോഴും അദ്ദേഹം നിലകൊണ്ടില്ല, ഇത് അള്ളാഹിൻ്റെ കലാമാണ്, ഇത് അള്ളാഹിൻ്റെ കലാമാണ്. പക്ഷെ അദ്ദേഹത്തെ ഭരണാധികാരി എന്ത് ചെയ്തു? ജയിലിലടച്ചു. ജയിലിൽ അഹ്മദ് ബിൻ ഹംബലിന് അടി കൊണ്ടു എന്ന് വരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ വളരെ സംഭവബഹുലമായ കാര്യമാണ്, നമ്മളൊക്കെ കേട്ടു പോകുന്നതാണ്. പക്ഷെ ജയിലിൽ അദ്ദേഹം പരിചയപ്പെട്ട അബുൽ ഹൈസം എന്ന് പറയുന്ന ഒരാളുടെ സംഭവം ഇടയ്ക്ക് അബ്ദുല്ലാഹിബിൻ അഹ്മദ് അഥവാ അഹ്മദ് ബിൻ ഹംബലിന്റെ മകൻ ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എൻ്റെ ഉപ്പ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയും, റഹിമല്ലാഹു അബുൽ ഹൈസം, അബുൽ ഹൈസമിന് അള്ളാഹു കരുണ ചെയ്യട്ടെ, ഗഫർ അള്ളാഹു അബുൽ ഹൈസം, അബുൽ ഹൈസമിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് എൻ്റെ വാപ്പ ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചോദിക്കാൻ, അബ്ദുള്ള ചോദിക്കാൻ, ആരാ അബുൽ ഹൈസം, ആരാ അബുൽ ഹൈസം എന്ന്. അപ്പോൾ വാപ്പ മോൻക്ക് പറഞ്ഞു കൊടുക്കുക, അഹ്മദ് ബിൻ ഹംബൽ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, അബുൽ ഹൈസം എൻ്റെ നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞു റൂംമേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ജയിൽ മേറ്റ് ആയിരുന്നു. അന്നത്തെ ആ ഒരു കാലത്ത് പറയണേ എൻ്റെ കൂടെ ജയിലിലുള്ള ഒരാളായിരുന്നു അബുൽ ഹൈസം. അന്ന് അബുൽ ഹൈസമൻ ഞാൻ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അടികൊള്ളാൻ അങ്ങനെ വരി നിൽക്കണ ഒരു രംഗം. അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ ഈ സംഭവം ഇങ്ങനെ എഴുതി പോകുക, ആ വരി വായിക്കുമ്പോൾ നല്ല രസമാണ്. അടികൊള്ളാൻ അടി കൊള്ളുന്ന ഓരോരുത്തർക്ക് ചാട്ടവാറ് കൊണ്ട് ഇത്ര അടികളാണല്ലോ ഓരോ ദിവസം. അതിനു വേണ്ടി വരി ഇങ്ങനെ നിൽക്കും, ഒരാൾക്ക് കഴിഞ്ഞ അടിച്ചാള് അങ്ങനെ വരി നിൽക്കണതിൻ്റെ ഇടയിൽ ഞാൻ പേടിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ തട്ടം പിടിച്ചു വലിച്ച ഒരാൾ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു അയാൾ എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഖുറാസത്തുൽ മുജ്രിമീൻ, ഇവിടുത്തെ കുറ്റവാളികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് ഫേമസ് ആണ്, കാരണം ഇടക്കിടക്ക് ഞാൻ ഇവിടെ വന്ന് പോണ ആളാണ്, എൻ്റെ പേര് അബുൽ ഹൈസം. അഹ്മദ് ബിൻ ഹംബലിനെ അയാൾ പരിചയപ്പെടുത്തിയ ഇവിടുത്തെ അറിയപ്പെട്ട കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവാണ് ഞാൻ എന്നാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അബുൽ ഹൈസം അഹ്മദ് ബിൻ ഹംബൽ എന്ന ലോക പണ്ഡിതനോട് പറയാണ്, അള്ളാഹുവിൻ്റെ ദീനിനും വേണ്ടി അള്ളാഹുവിൻ്റെ കലാമിനും വേണ്ടി പടച്ചോൻ്റെ സംസാര ഖുർആൻ, ആ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന ഹക്കിനും വേണ്ടി വാദിച്ച നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ മോഷ്ടിച്ചതിനാണ് ഞാനിപ്പോൾ അടികൊള്ളാൻ പോകുന്നത്, എനിക്ക് പേടില്ല. അള്ളാഹുവിന് വേണ്ടിയല്ലേ നിങ്ങൾ അടികൊല്ലണത്, അള്ളാഹുവിൻ്റെ ദീനിനും വേണ്ടിയല്ലേ നിങ്ങളിപ്പോൾ വേദനിക്കാൻ പോകും, എന്തിനു ഭയപ്പെടണമെന്ന്. അന്ന് ആ ഒരു കള്ളൻ്റെ വാക്ക് എനിക്ക് തന്ന ഊർജം ചില്ലറയല്ല. അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ പറയാം, അബുൽ ഹൈസമിന് അള്ളാഹു കരുണ ചെയ്യട്ടെ, അബുൽ ഹൈസമിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ആലോചിക്കും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദീൻ ഞാൻ എന്ത് ചെയ്യൂല, വിടൂല. അത് അറിവാണ്, അവർക്ക് കിട്ടിയ ജീവിതത്തിലെ വിജ്ഞാനമാണ്. അള്ളാഹ് ആരാണെന്നും അള്ളാഹിൻ്റെ കഴിവെന്താണെന്നും വിശുദ്ധ ഖുർആനിൻ്റെ വരികളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളതെന്നും ഇബാദത്തിൻ്റെ മധുരം അത് മരണം വരെ അവർക്ക് രുചിക്കാൻ സാധിച്ചതും ആ ഒരു അള്ളാഹുവിലുള്ള ഭക്തിയാണ് എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സംഭവം പല രീതിയിൽ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഇന്നത് എടുത്ത് ഉദ്ധരിച്ചത്, മരണം വരെ അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ, വഅബ്ദു റബ്ബക്, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ എന്നല്ല പറഞ്ഞു. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ച വിശ്വാസം എന്നാണ്, അഥവാ മരണം. യഅനി അൽ മൗത്ത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മരണമാണ്, മരിക്കണത് വരെ ഇബാദത്ത് ചെയ്യണം. എന്നാൽ റമളാനിൽ ഭയങ്കര ഇബാദത്തുകളിൽ സജീവരായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ ആ സജീവത വരുന്നില്ല, നമുക്ക് വരുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് എന്നോടും നമ്മളോടുമാണ്, അല്ലേ? നമുക്കത് വരുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ബാധ്യത നമ്മൾ നിർവഹിക്കുന്നില്ല എന്നാണ്. ആ ബാധ്യത വിശുദ്ധ ഖുർആന്റെ ആയത്തുകളാൻ, പ്രവാചകന്റെ ഹദീസുകളാൻ, എത്ര കഥകളാൻ. ഈ ഹുസ്നുൽ ഖാത്തിമ, നമ്മളൊരാളെ യാത്ര, ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ, നമ്മൾ പ്രവാസികളാണ്, വിമാനത്തിൽ കയറാൻ നേരത്ത് നമ്മളെ യാത്ര ആക്കിയ കുറേ ആൾക്കാരെ മുഖം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും. ലാസ്റ്റ് ഇപ്പോൾ പോകുന്ന പോക്കിൽ നമ്മളോട് കൈപിടിച്ച് സലാം പറഞ്ഞ ആൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കുന്നുണ്ടാവും. അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അള്ളാഹ് അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലെ? അള്ളാഹു അയാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരാൻ, അല്ല? ഹസ്തദാനം ചെയ്ത് കൈപിടിച്ച് നമ്മൾ ആലിംഗനം ചെയ്ത്, ഇനി ഒരു പക്ഷെ നാളെ അവരെ കാണുമെന്ന് നമുക്കറിയില്ല, കാരണം മരണം അതേത് നിമിഷം വരാം. പക്ഷെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? അസ്തൗദി അല്ലാഹ
ദീനക അല്ലേ, അസ്തൗദിഅക അല്ലാഹ ദീനക. വേറെ റിവായത്തിൽ എങ്ങനെയും കാണാം, ഞാൻ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, വിട ചോദിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അർത്ഥം. വദാഹ് പറയൻ, നിന്റെ ദീനും നിന്റെ അമാനത്തുകളും ഹവാതീമ അമലിക, നിന്റെ സൽക്കർമ്മങ്ങളുടെ പര്യവസാനവും ഒക്കെ നന്നാവട്ടെ, അത് നന്നാക്കി തരട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണേ എന്നാണ് അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലേ. അഥവാ ഇസ്തിഖാമത്തിന് വേണ്ടി നമ്മളെ ദീന് വിടാതെ ദീന് മുറുകെ പിടിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാവട്ടെ. അസ്തൗദിയ അല്ലാഹ ദീനക, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചത്. നബി പഠിപ്പിച്ച പ്രാർത്ഥന അതാണ്. ദീന് വിടാൻ പാടില്ല, ദീനിലൊരു കുറവ് വരാൻ പാടില്ല. എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ മതകാര്യങ്ങളിൽ മതവിജ്ഞാനങ്ങളെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം. പ്രാർത്ഥന പോലും അതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ. ഹൃദയം മാറ്റിമറിയാന്ന് പറഞ്ഞാൽ കൽബ് എന്നുള്ള പേരെന്നെ അതാണ്. മുഖല്ലിബ് എന്ന് അള്ളാന്റെ നാമമാണ്, റസൂല വിളിച്ച പേരാ. യാ മുഖല്ലിബ്, കൽബിനെ ഇളക്കുന്നവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു അത്ര ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹുവിൻ്റെ രണ്ട് ഇരുവിരലുകൾക്കിടയിലാണ്, അള്ളാന്റെ വിരലെങ്ങനെയെന്ന് നമുക്കറിയില്ല, പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഹൃദയം എന്നാണ്. അള്ളാഹ് അങ്ങോട്ടും മാറ്റി യുഖല്ലിബു ഹൈസു യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂല പ്രാർത്ഥിക്കാൻ, റബ്ബേ എൻ്റെ ഹൃദയത്തെ, ആരെ ഹൃദയം? റസൂലുള്ളാഹിന്റെ ഹൃദയം. റസൂലുള്ളാഹിന്റെ ഹൃദയം എങ്ങനത്തെ ഹൃദയ? മിറാജിന് റസൂൽ പോണേന്റെ മുമ്പ് പിളർത്തി എടുത്തിട്ട് കഴുകി വെച്ച ഹൃദയമാണ്. നബിയുടെ ബാല്യകാലങ്ങളിൽ ഹലീമ ബീവിയുടെ വീട്ടിന്റെ മുറ്റത്ത് കളിച്ചു നടക്കുമ്പോൾ മലക്കുകൾ വന്ന് പിളർത്തിയിട്ട് കഴുകി വെച്ച ശുദ്ധമായ സൽജും ബർദും ഒക്കെ ഉപയോഗിച്ച് കഴുകി വെക്കപ്പെട്ട കറകൾ നീക്കപ്പെട്ട ഹൃദയമാണ്. ആ ഹൃദയത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ ഇളക്കി മറിക്കുന്ന മുഖല്ലിബേ, അല്ലാഹ് എൻ്റെ ഹൃദയത്തെ നീ മാറ്റിമറിക്കല്ലേ. മാറ്റിമറിക്കുകയാണെങ്കിൽ ഓടെ നിർത്തണം, അല്ല ദീനി, നിന്റെ ദീനിൽ നിലനിർത്തണേ. എന്നാൽ മരണം വരെ ദീന് വേണം അല്ലേ. ആ ഹുസ്നുൽ ഖാത്തിമക്ക് അല്ലാഹുവിനോട് ചോദിക്കണം. വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞ മുത്തഖീൻ എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്തുകൾ ഇങ്ങനെ ഓതി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റബ്ബ് ആവർത്തിച്ച ആ മുത്തഖീൻ എന്ന പദത്തോട് ആവർത്തിച്ച ഒരു പദമാണ് അൽ ആഖിബത്ത് എന്ന വാക്ക്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എന്താ ആഖിബത്ത്? പര്യവസാനം, നല്ല എൻഡിങ് എന്ന് പറയാം നമ്മൾ അല്ലേ, ഒരു ഹാപ്പി എൻഡിങ്, അതല്ലെങ്കിൽ നല്ല നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിരാമം. അത് ആർക്കുള്ളൂ? മുത്തഖീങ്ങൾക്കുള്ളൂ എന്നല്ല പറഞ്ഞത്. അത് ദുനിയാവിലും ആഖിറത്തിലും നല്ല സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു എൻഡിങ് അത് ആരെ നൽകുള്ളൂ? അത് മുത്തഖീങ്ങൾക്ക് അള്ളാഹു നൽകുള്ളൂ എന്നാണ്. അള്ളാഹിനോട് അത് ചോദിക്കണം. അത് ശരിയാണ്. കാരണം കുറേ റമദാനിൽ നല്ല സജീവമായ അമല് ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞൊരു സുഹൃത്ത് എത്ര റമദാനിൽ നോമ്പ് വെച്ചോനെയെന്ന്, പക്ഷേ പള്ളിയിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരാളുടെ ദുസ്വഭാവം കാരണം, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഒരു പ്രയാസം കാരണം ദീന് വിട്ടു എന്ന് പറയുമ്പോൾ, ഞാൻ അത് ദീന് ഉറക്കാത്തതുകൊണ്ടാണ്, മനസ്സിലത് നിലനിൽക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ എന്തിനാണ് ജയിലിലിട്ടിട്ടു, ഇസ്ലാമിക ഭരണാധികാരി ജയിലിലിട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല? അവിടെ ചോർന്നു പോയിട്ടില്ല. കാരണം അതെന്താണ്? അവർക്കുണ്ടായിരുന്ന തഖ്വയും അവർക്കുണ്ടായിരുന്ന ക്ഷമയുമാണ്. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നർത്ഥം. മരണം വരെ ആ തഖ്വയും ആ ക്ഷമയും വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ അമ്പിയാക്കളെ കഥ പറഞ്ഞതിൽ നൂഹ് നബിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹ് നൂഹ് നബിന്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് ഇറക്കി, സൂറത്തു നൂഹ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ ജനതയ്ക്ക് വരുന്നതിന് മുന്നേ ആ ജനതയെ നീ പോയി എന്ത് ചെയ്യുക? ഉപദേശിക്കുക, താക്കീത് നൽകുക നൂഹേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നൂഹ് നബിയുടെ കഥ കേൾക്കാത്തവരെ ആരുമില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തെല്ലാം ദുരിതങ്ങൾ നാട്ടുകാരെടുത്തുനിന്ന് കിട്ടി. എന്നിട്ട് ദീൻ വിട്ടോ? ഞാൻ നേരത്തെ ആ യുക്തിവാദിന്റെ കഥ പറഞ്ഞത് എനിക്ക് രസം തോന്നിയിട്ടാണ്. കാരണം അയാൾ ആ പറയുന്ന എത്ര ലാഘവത്തോടെ എന്ന് പറയാം. പള്ളിയിലുള്ള ആൾക്കാർ എന്നെ മൈൻഡ് ചെയ്തില്ല, പള്ളിയിലുള്ള ആൾക്കാർ എനിക്ക് വേണ്ട പരിഗണന തന്നില്ല. കാരണം അദ്ദേഹം കുറച്ച് നിലയും വിലയുള്ള മനുഷ്യനാണ്. അത് നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവം, നമ്മളെ സ്വഭാവം കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ആൾ ദീനിന്ന് പോകരുത്. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അവിടെ അയാൾക്ക് അതുകൊണ്ട് ഉണ്ടായി എന്ന് പറയുമ്പോൾ അയാൾ എന്നിട്ട് അതിൻ്റെ വിഷയത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നെടുനീളൻ കുറിപ്പുകൾ എഴുതുകയാണ്. ഇപ്പോൾ ഈ ആധുനിക ഇന്ന് ദീന് വിട്ട കുറേ മതം വിട്ട പയ്യന്മാരാവട്ടെ, ഈ മതം വിട്ട കുട്ടികളാവട്ടെ, കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി പല റീൽസുകളും എഴുത്തുകളും എഴുതി വിടുന്ന യുക്തിവാദികൾ നമുക്ക് കാണാം. പേര് മുസ്ലിമിൻ്റെ ആയിരിക്കും, പക്ഷേ അവരേറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആരെയാണ്?
ഇസ്ലാമിനെയുമാണ്, ഇസ്ലാമിക സംഘടനകളെയും മുസ്ലിം പണ്ഡിതന്മാരെയും ഒക്കെയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വൈകാരികമായ ഏർപ്പാടിൽ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അമ്പിയാക്കളെ കഥ അള്ളാഹ് പറഞ്ഞത് നമ്മുടെ മനസ്സിലെ ഈ ദീനുറക്കാനും തഖ്വ നിലനിൽക്കാനും ക്ഷമ ഉണ്ടാവാനും നൂഹ് നബിക്ക് ഏറ്റു, കുറേ ഏറ്റു. നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്തു? നൂഹ് നബിക്ക് എതിരായിരുന്നു. പക്ഷേ ആ ഒരു ക്ഷമയും ആ ഒരു തഖ്വയും അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുള്ള ഭക്തിയും പടച്ചറബിലുള്ള പേടിയും, നേരത്തെ ആദം നബിന്റെ മോന്റെ കഥ പറഞ്ഞ പോലെ അത് അവരുടെ മനസ്സിലേക്ക് നിലയുറക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മൾ കൊണ്ടുവരണം. റബ്ബിനോട് പ്രാർത്ഥിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ച് വായിച്ചും അള്ളാഹുവിന്റെ കലാമിനെ വായിച്ചും പഠിച്ചും ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് അള്ളാഹു നിലനിർത്തി തരട്ടെ. മരണം വരെ അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. ഇവിടെ നൂഹ് നബിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഫസ്ബിർ നൂഹേ, നീ ക്ഷമിക്ക്, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അവിടെ ഉപയോഗിച്ച അള്ളാഹു വാക്കാണ്. തീർച്ചയായും ആഖിബത്ത് ആർക്കാണ്? അത് മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് എന്താണ്? മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നിലനിൽക്കണോ? ആദ്യം ഉണ്ടാകേണ്ട ക്വാളിറ്റി ക്ഷമ വേണം. പലതും കേൾക്കേണ്ടി വരും ആൾക്കാരടുത്തുനിന്ന്. 5 നേരം നിസ്കാരത്തിന് ക്ഷമ വേണ്ടി വരും. അതുപോലെ തന്നെ ധർമ്മം കൊടുക്കാൻ ക്ഷമ വേണ്ടി വരും. നോമ്പെടുക്കാൻ ക്ഷമ വേണ്ടി വരും. ഉമ്മാനും ഉപ്പാനും പോറ്റാനും ക്ഷമ വേണ്ടി വരും. അല്ലെ, എൻ്റെ ഏട്ടൻ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ നോക്കിക്കോട്ടെ, ഓർക്കില്ല ബാധ്യത എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പല രീതിയിൽ പലത്. പക്ഷേ നമ്മൾ എല്ലാ പ്രയാസങ്ങളിലുമാകട്ടെ ക്ഷമയോടുകൂടി പടച്ച റബ്ബിൽ എന്നോട് സഹായവും തേടി ഒരാൾ നിലനിൽക്കുന്നിടത്തോളം അള്ളാഹ് സഹായിക്കുമെന്ന്. ക്ഷമിക്കാൻ തയ്യാറായോ? അള്ളാഹ് ക്ഷമ നൽകുമെന്നാണ്. അള്ളാഹ് ക്ഷമ നൽകും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഇപ്പൊ നേരത്തെ നൂഹ് നബിന്റെ ആയത്ത് പറഞ്ഞില്ലേ, സിസ്ബിർ, നീ ക്ഷമിക്ക്, മുത്തഖീങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരാള് അള്ളാഹുവിനോട് സമ്പത്ത് ചോദിച്ചാൽ അള്ളാഹു അയാൾക്ക് സമ്പത്ത് കൊടുക്കും, ധന്യത കൊടുക്കും. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മാനസികമായ സമ്പത്താണ്. കുറേ ഭൗതികമായ അച്ചീവ്മെന്റ്സുകൾക്ക് അപ്പുറത്ത് ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഹൃദയധന്യത ഉണ്ട്, ഹൃദയ വിശാലത, ഗിനൻ നഫ്സ് എന്ന് പറയും. ഒമയ്യസ്തഗ്നി, ആരെങ്കിലും അള്ളാഹിനോട് ഗിന ചോദിച്ചു കഴിഞ്ഞാൽ യുഗ്നിഹുല്ലാഹ്, അള്ളാഹു അയാൾക്ക് ധന്യത കൊടുക്കും. ആ ഹദീസിൽ തന്നെ പറഞ്ഞു, ഒമയ്യസ്തഅഫിഫ്, പടച്ചോനെ എനിക്ക് ഇഫ്ഫത്ത് തരണേ, ചാരിത്ര വിശുദ്ധി റബ്ബേ നീ എനിക്ക് നൽകണേ എന്ന് പറഞ്ഞ ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ യുഇഫുഹുല്ലാഹ്, അള്ളാഹു അയാൾക്ക് ഇഫ്ഫത്ത് കൊടുക്കുന്നതാണ്. ഹറാമിൽ നിന്നൊക്കെ എല്ലാ കാര്യത്തിലും ഒരു ഹലാലും ഒരു നന്മയും നോക്കാനുള്ള അവസരം ആര് തരും? അള്ളാഹ് തരും. അള്ളാഹിന്റെ റസൂൽ എന്നാണ് അറിയില്ല, യുഇഫുഹുല്ലാഹ്, അള്ളാഹ് കൊടുക്കും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച മറ്റൊരു വാക്ക് എന്താണെന്നറിയോ? വലൻ തുഅതൗ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ഒരാൾക്ക് ക്ഷമയോളം വിശാലമായ ഒരു കാര്യവും അള്ളാഹ് ചെയ്തിട്ടില്ല, ഖൈറായത് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് കിട്ടിയിട്ടുണ്ടോ? അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. റസൂൽ പറഞ്ഞു, വമയ്യതസബ്ബർ, ഒരാൾ ക്ഷമിക്കാൻ വേണ്ടി അയാളുടെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി തുടങ്ങുന്നുവോ, യുസബ്ബിറുഹുല്ലാഹ്, അള്ളാഹു അയാൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതാണ്. അള്ളാഹു ഷമാലിക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഷമാലിക്കൾക്ക് കണക്കില്ലാത്ത കൂലി കൊടുക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങളാലോചിക്ക്, ദീനിന്റെ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. അതാണ് റസൂലുള്ളാഹി ചോദിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവേ നീ എന്നെ ഷമാലിക്കളിൽ ഉൾപ്പെടുത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചതും അമ്പിയാക്കൾ പ്രാർത്ഥിച്ചതും ആ ഒരു കാര്യമാണ്. അത് എല്ലാ റസൂലുമാരുടെ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാരം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറേ പ്രയാസം ഉണ്ടായി. അത് കിട്ടിയത് ആർത്തിന്നാണ്? സ്വന്തം വീട്ടിലെ ഒരു കൂടപ്പറപ്പങ്ങളാണ്. എന്നിട്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ചോർന്നു പോയോ? എന്തെല്ലാം പരീക്ഷണങ്ങൾ. ജയിലിൽ നേരത്തെ അഹമ്മദ് മാമ്പൽ ജയിലില്ല എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബിയും ജയിലിലായില്ല. എന്നിട്ട് പറഞ്ഞ എന്താ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ജയിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വരെ ചില നിമിഷങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള കാര്യങ്ങൾ യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ വായിച്ചു പോകും. അതിൻ്റെ ഇടയിൽ ആ ആയത്തിൽ നിന്ന് ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, യൂസുഫ് നബിയുടെ ചരിത്രം റബ്ബ് പറയാം, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ആരാണോ ക്ഷമിക്കുന്നത്, ക്ഷമിക്കാൻ വേണ്ടി റെഡിയാവുന്നത്, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അവർക്കുള്ള കൂലി അള്ളാഹു ഒരിക്കലും പോക്കിക്കളയുകയില്ല. അള്ളാഹു അവരെ സംരക്ഷിക്കും, അള്ളാഹ് കാക്കും. പടച്ചറബ് കാക്കട്ടെ എന്നറിയില്ലേ, പടച്ചറബ് കാക്കും. നമ്മൾ ദീനിനും വേണ്ടി യാത്ര പോരുമ്പോൾ പറ്റോ പറഞ്ഞില്ലേ, അള്ളാഹു നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, നിന്നെ ഞാൻ യാത്രയാക്കുന്നു. അസ്തൗദി അല്ലാഹ് ദീനക വ അമാനതക വ ഖവാതീമ അമലിക എന്ന് വേണ്ടി നമുക്ക് പടച്ച റബ്ബ് നമ്മളെ കാക്കുമെന്നാണ്. അതാണ് റബ്ബ് പറയുന്ന ഒരു വാഗ്ദാനം, ഇന്നാ ലനൻസുറു റുസുലനാ, നമ്മുടെ ദൂതന്മാരെ ഞാൻ സഹായിക്കും, നാം സഹായിക്കുന്നവനാണ്.
ദൂതന്മാരെ മാത്രമല്ല. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ റസൂൽ നൂഹ്, അത് നൂഹ് നബി ആയതുകൊണ്ടാ, അത് യൂസുഫ് നബി ആയതുകൊണ്ടാ, അത് അഹമ്മദ് ബിൻ അംബർ ആയതുകൊണ്ടാ, അല്ല. വല്ലദീന ആമനു, അടുത്ത വരിയേക്ക് നിങ്ങൾ വല്ലദീന ആമനു, ഈമാനുള്ളവരാണോ? നമ്മൾ ഈമാനുണ്ട്, അള്ളാഹു നിലനിർത്തട്ടെ. അണുമണി തൂക്കം മതി സ്വർഗത്തിൽ പോവാൻ, അണുമണി മതി. ഞാൻ മൻകാല ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ അൽ ഈമാൻ, അവിടെ പറയണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അള്ളാഹു സ്വർഗം നൽകണേ. അത് മരണം വരെ നിലനിർത്താനാണ് ഓരോ റമദാനിൻ്റെ റമദാൻ യാത്ര പറഞ്ഞു പോകും. റമദാൻ നമ്മളോട് പറഞ്ഞു പോയത് യഥാർത്ഥ യാത്രക്കാരൻ പറഞ്ഞ ആ പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥനയാണ്. നിന്റെ ദീനിനെ, നിന്റെ അമാനത്തുകളെ, നിന്റെ ഖവാത്തീമായ അമലുകളെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് റമദാനം ചെയ്തത്. ഒരു അതിഥി എന്നോണം നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് എന്തൊരു കാര്യം ആ ഹദീസുകളോടൊപ്പം ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി അല്ലാഹു പറയുന്നു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ, തീർച്ചയായും നാം നമ്മുടെ റസൂലുമാരെ സഹായിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ എൻ്റെ ദാസന്മാരെയും. നമ്മളെ പറ്റിയാ പറഞ്ഞത് ഈമാനുള്ളിടത്തോളം. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ. ദുനിയാവിൽ അള്ളാഹ് സഹായിക്കും, ദുനിയാവിൽ അള്ളാഹ് സഹായിക്കും. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും, പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഉണ്ട്. ഓരോരുത്തരുടെ ലൈഫിലേക്ക് ഇങ്ങനെ അടുത്തറിയുമ്പോഴാണ് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. റബ്ബ് സഹായിക്കുമെന്നാൽ ഹയാത്തു ദുനിയ മാത്രമല്ല, വയൗമ യഖൂമുൽ അശ്ഹാദ്, വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ മുഴുവൻ നിലവിൽ വരുന്ന ദിവസം, അഥവാ അന്ത്യ ദിവസങ്ങളിൽ, അന്ത്യദിനങ്ങളിലും ഇഹത്തിലും പരത്തിലും ഞാൻ അവരെ കാക്കും. അതിനൊരാൾ വിശ്വാസി അവൻ്റെ മനസ്സിൽ കരുതേണ്ടത് ആ സൂക്ഷ്മതാ ബോധത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങളാൽ, അറിവിനെ വർദ്ധിക്കുക, സൽക്കർമ്മങ്ങളിൽ സജീവരാകുക, നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മാതൃക അതാൻ. അതിന് ക്ഷമ നന്നായി പഠിക്കുക എന്നാണ്. അല്ലാത്തവൻ ഈ കിട്ടിയ അതിവലിയ സൗഭാഗ്യത്തിൽ നിന്ന് തെന്നിപ്പോവും, അത് ഉറപ്പാ. ഇതൊന്നുമില്ലേ, തെന്നിപ്പോവും. പല ചരിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല ബൽആം ഇബ്നു ഔറ, ബൽആം ഇബ്നു ഔറ പേര് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു ബനു ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരാളായിരുന്നു ബൽആം ഇബ്നു ഔറ. സൂറത്ത് അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട് അയാളുടെ ചരിത്രം. സൂറത്ത് അഅറാഫിന്റെ 175-ാമത്തെ ആയത്തിൽ ഒരു നായയോടാണ് അള്ളാഹ് അയാളെ ഉപമിച്ചത്. നമ്മളറിയില്ലേ, ഒരാളെ നാവ് പുറത്ത് കിട്ട് നടക്കണ ഒരു നായ, അള്ളാഹ് വിളിച്ച വാക്ക. ചില മുഫസ്സിറുകൾ അത് ബൽആമിനെയാണ് എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന ഇസ്രായേൽ സന്തതിയിൽപ്പെട്ട ഒരാൾ ബൽആം ഇബ്നു ഔറ. അയാള് ഭയങ്കര ഭക്തനായിരുന്നു, നന്നായി റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളാ. അയാളെ പോലെ ഒന്നും ആവരുത് എന്നറിയാനാണ് ആ സംഭവം റബ്ബ് വിശദീകരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ നന്നായി അള്ളാഹിനോട് ദുആ ചെയ്യുന്നതാ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലതും അള്ളാഹു ജവാബ് തന്നതാ. ഈ ബൽആമിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുത്തവനാ. ബൽആമിന്റെ പ്രാർത്ഥനയെ അള്ളാഹ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ബൽആം വലിയ വിവരമുള്ള ആളായിരുന്നു അന്ന് ഞാൻ. മാത്രവുമല്ല, പക്ഷെ ബൽആമിനൊരു കുഴപ്പമുണ്ടായി. അഹങ്കാരം തലക്ക് പിടിച്ചു. അഹങ്കാരം തലക്ക് പിടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ഒരു ദേഷ്യവും തോന്നി ബൽആമിന്. സൂറത്ത് അഅറാഫിലെ 175-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ പറഞ്ഞു, ഈ ആയത്ത് അഥവാ നാവ് പുറത്തേക്ക് ഇട്ട് നടക്കുന്നൊരു നായ പോലെയാണ്. മസലുഹു കമസലിൽ കൽബ്. ഏത് നേരവും കൊടുത്താലും ആൾക്കാർ കൊടുത്തില്ലെങ്കിലും ഒരു നായ എപ്പോഴും നാവ് പുറത്തേക്ക് ഇട്ട് കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുമല്ലോ. അള്ളാഹ്ക്ക് അത്രക്ക് വെറുപ്പായതുകൊണ്ടാണ് ആ മനുഷ്യനെ ആ ഒരു മൃഗത്തോട് അള്ളാഹു എന്ത് ചെയ്തത്, ഉദാഹരിച്ചത്. ചില മുഫസ്സിറുകൾ പറഞ്ഞു അത് ബൽആമല്ല, അത് ഉമയ്യത്ത് ബിൻ അബി സുലത്ത് എന്ന ജാഹിലിയ്യ കാലഘട്ടത്തിലെ കവിയെ പറ്റിയാണെന്ന് പറഞ്ഞു. ഉമയ്യത്ത് ബിൻ അബി സുലത്ത് എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മഹാ അഗ്രഗണ്യനായ കവിയെന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ബൽആം ഇബ്നു ഔറ ആണ് അള്ളാഹു പ്രതിപാദിച്ച ആ മനുഷ്യനെന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞു. പക്ഷെ അള്ളാഹ് പേര് പറഞ്ഞിട്ടില്ല ഖുർആനിൽ. ചില ആൾക്കാർ പറഞ്ഞത് ഉമയ്യത്താണ്. ഉമയ്യത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്നതിന് മുന്നേ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവി. ഭയങ്കര കവിയായിരുന്നു, അഗ്രഗണ്യനായ കവിയാണ്, ഭയങ്കര ഭാഷാ പണ്ഡിതനായിരുന്നു, അറബി ഭാഷയിൽ ഭയങ്കര പ്രാവീണ്യമുള്ള ആളാണ്. അയാളെ കവിത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ചിലപ്പോൾ മൂപ്പര് നബിയാണോ. കാരണം അത്രക്കും ഭയങ്കര വശ്യമാർന്ന രീതിയിൽ സാഹിത്യ സമ്പന്നനായിരുന്നു. മൂപ്പർക്കും തോന്നി ഞാനും തിരക്കടില്ല. തോന്നിയത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നബിക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. കാരണം ഈ സ്ഥാനത്തെ മോഹിച്ചവനായിരുന്നു ആര്. കാരണം മക്കയിൽ ഒരു അറബികൾക്കിടയിൽ ഒരു നബി വരുമെന്നുള്ള വിവരം മുൻ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഉമയ്യ എന്ന് പറയുന്നു, ഉമയ്യത്ത് ബിൻ അബി സലത്ത്.
അപ്പോൾ ഉമയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനായിരിക്കും നബി എന്ന് തോന്നലായിരുന്നു. കാരണം ഭയങ്കര സാഹിത്യകാരനാണല്ലോ. പക്ഷെ സാഹിത്യകാരന്മാരെ പിടിച്ചിട്ടല്ല അള്ളാഹ് നബി ആക്കല്. അതിന് അള്ളാഹു നിശ്ചയിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. പക്ഷേ ഉമയ്യത്തിന് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷെ ഉമയ്യത്തിൻ്റെ ഇതിൽ ഇസ്ലാമിനെ സ്വീകരിച്ചില്ല എന്നാണ്. അറിയാവുന്നൊരു കാര്യം വന്നപ്പോൾ അതിനെ നിഷേധിച്ചു എന്നാണ്. അപ്പോൾ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ആമന ലിസാനുഹു വ കഫറ കൽബുഹു. ഉമയ്യത്തിൻ്റെ നാവ് എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമായിട്ട് കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ നല്ല ഏകദൈവ വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന കവിതകൾ കാണാം. പക്ഷെ മനസ്സുകൊണ്ട് ആള് കാഫിറാൻ എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഇത് ഈ ഉമയ്യത്തിനെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത് എന്ന് ചില മുഫസ്സിറുകൾ പറയും. പക്ഷെ ഭൂരിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തിൽ, അഥവാ ഈ നായയോട് അള്ളാഹു ഉപമിച്ച ആയത്ത് ഇങ്ങനെയാണ്. റബ്ബ് പറയുന്നു, വത്തുലു, നബിയെ ഓതി കൊടുക്കണം, അലൈഹിം, അവർക്ക് നീ ഓതി കൊടുക്കണം, നബ അല്ലദീ ആതൈനാഹു ആയാതിനാ, നാം നമ്മുടെ ആയത്തുകൾ നൽകിയ ഒരാളുടെ കഥയെ സംബന്ധിച്ച്, അഥവാ അള്ളാഹുവിൽ നിന്ന് അറിവും വിവരവും അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തവും കഴിവും കൊടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യണം? ഒരാളെ കഥ നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫൻസലഹ മിൻഹാ, ഹിദായത്ത് കിട്ടിയതിന് ശേഷം അള്ളാഹുവിൽ നിന്ന് ഏറ്റവും നല്ല പളുങ്കല്, നമ്മളെ അള്ളാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ദീനാണ്. ഏറ്റവും തന്ന അനുഗ്രഹം നമ്മുടെ മക്കളല്ല, അള്ളാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൽ ഇഖ്ലാസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമാണ് എന്ന് ഹദീസിൽ കാണാം, ആഫിയത്താണ് എന്ന് പറഞ്ഞു. ഏറ്റവും വലുത് ദീനാണ്. ദീനില്ലേ ആകെ കട്ടപ്പോക ഒന്നുമില്ല. അപ്പോൾ അള്ളാഹു ദീന് കൊടുത്തിരുന്നു ആർക്ക്? ഈ പറയപ്പെട്ട ഈ വ്യക്തിക്ക്, റബ്ബ് ഇവിടെ ഉദാഹരിക്കുന്ന വ്യക്തിക്ക്. പക്ഷേ ഫൻസലഹ മിൻഹ, ആ ദീനിൽ നിന്ന് അയാൾ ഇങ്ങനെ ഊർന്നിറങ്ങി. ഇൻസലഹ എന്നാണ്, ഒഴിവാക്കി എന്നല്ല അള്ളാഹ് ഉപയോഗിച്ചത്. ഇൻസലഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊർന്നിറങ്ങൂല, അതായത് ഒന്നും ആരും അറിയാതെ ഇങ്ങനെ പോണേനാണ് ശരിക്കും ഇൻസലഹ എന്ന് പറയാം. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ആ ആയാത്തുകളിൽ നിന്ന്, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അയാൾ ഇങ്ങനെ തെന്നി മാറി. അയാളുടേതായ കാര്യത്തിൽ ഇങ്ങനെ പോയി. നിങ്ങളെ നോക്കിക്കോളി, ഞാൻ എൻ്റെ വൈക്ക് എന്നുള്ള നിലയ്ക്ക് അയാൾ പോയി എന്നാൽ. എന്നിട്ട് റബ്ബ് പറയാ, ഫഅത്ബഅഹു ശൈത്താൻ, ഈ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പോയാൽ പിന്നെ ആരെ പിടികൂടുക? ശൈത്താനാണ്. ഇയാളെ പിടികൂടിയത് ശൈത്താനാണ്. ശൈത്താന്റെ പാതയിൽ അല്ലെ, ശൈത്താൻ അയാളെ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, ഏറ്റവും ദുഷിച്ചു പോയ ആളുകളിൽ അയാൾ പെട്ടുപോയി എന്നാൽ. എന്നിട്ട് റബ്ബ് പറയാൻ, മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം ഒരു നായ പോലെയാണ്. എങ്ങനെയുള്ള നായ? ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, നീ ആ നായക്ക് എന്ത് കൊടുത്താലും അത് നാവ് പുറത്തേക്ക് ഇട്ടോണ്ടിരിക്കും. ഇനി ഒന്നും കൊടുത്തില്ലേ അത് പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ പോകും. അഥവാ ഒന്നും അറിയണ്ട, ദുനിയാവിൻ്റെ ഒരു കാര്യത്തിൽ ഇങ്ങനെ അതിന് തിന്നാൽ മതി, അതിന് ഇവിടെ രമിച്ചാൽ മതി, വേറൊന്നും വേണ്ടല്ലോ. ഇതുപോലത്തെ ഒരാളാണ് ഈ ദീനിനെ വിട്ടവൻ, ഈ ദീനിനെ വിട്ടകന്നവൻ, ഈ ഹിദായത്തിൽ നിന്ന് തെന്നിമാറിയവൻ. അത്രക്കും ദൂഷിച്ച അള്ളാഹ്ക്ക് അത്രക്കും എന്തായി? വെറുപ്പും അറപ്പും ആരോട് തോന്നി? ആ മനുഷ്യനോട് തോന്നി. ആ ഒരു കാലക്കാലം മുഴുവൻ അമലും ചെയ്ത് പിന്നെ ഒന്നും ഇല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മളോട് വെറുപ്പാണ് എന്നർത്ഥം. അത്രയും കാലം നമ്മൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത്, പിന്നെന്താ കുറച്ച് മരണം വരെ ഇബാദത്ത് ചെയ്ത്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ഇന്ന ഖലഖന, അല്ലെ? റബ്ബ് പറഞ്ഞല്ലോ, എന്താണ്? മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ഇബാദത്ത് ഏതുവരെ? വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അത് അനിവാര്യമാണ്. അവസാന നിമിഷം വരെ എന്ത് ചെയ്യണം? നെഞ്ചോട് ചേർത്ത് വെക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പക്ഷേ ഈ ബൽആം, അപ്പൊ ഈ വ്യക്തി ബൽആമാണ് എന്ന് ചില മുഫസ്സിറുകൾ പറയാൻ. ഭയങ്കര അറിവുള്ള ആളായിരുന്നു എന്നാണ്. അറിവുള്ള ആളായിരുന്നു. തൗറാത്തിൽ മാത്രമല്ല, മുൻ വേദങ്ങളിൽ, തൗറാത്തിൽ മാത്രവുമല്ല, അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയിരുന്ന വിവരം പോലെ ചില വിവരം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല മഹത്തായ ഒരു പേരും ആർക്ക് അറിയായിരുന്നു? ബൽആമിന് അറിയാമായിരുന്നു. അയാൾ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ജവാബ് കിട്ടുന്നാൻ. അങ്ങനത്തെ ഒരു ഔലിയ, നമ്മുടെ അറിയില്ല, ഒരു ഔലിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കറാമത്തുള്ള ഒരാളായിരുന്നു. വിശുദ്ധ ഖുർആൻ റബ്ബ് പറഞ്ഞ ആ വ്യക്തി സ്വഹീഹായ ഹദീസുകളിൽ അയാളുടെ ചരിത്ര റസൂൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് ഈ ആയത്തിന്റെ ആൾ എന്നുള്ള നിലക്കല്ല റസൂൽ പറഞ്ഞു. പക്ഷെ മുഫസ്സിറുകൾ പറഞ്ഞു ഇയാളെ സംബന്ധിച്ചായിരിക്കാം ആ പ്രസ്താവന എന്നാൽ. എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ജവാബുണ്ടെന്നാൽ. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയും അതുപോലെ തന്നെ ഇവരും ചെങ്കടൽ പിളർത്തിയിട്ട് പിന്നെ കൻആനിലേക്ക് കടന്നു വന്നു. കൻആൻ നാട്ടിലേക്കാണ് വന്നത്. അവിടെയാണ് ഇയാളുടെ നാടുണ്ടായിരുന്നത്. കൻആനികൾ, കറകളഞ്ഞ അറബികളുടെ അടിവേര് തേണ്ടി പോവുകയാണെങ്കിൽ കൻആനിലേക്കാണ് എത്തുക. ഏതായാലും ആ നാട്ടിലുള്ള ആൾക്കാർ മൂസാ നബിയോട് ദേഷ്യമുള്ള ആളുകൾ ഇയാളുടെ അരികിൽ ചൊല്ലും. ബൽആമിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, മൂസക്കെതിരെ നീ ഒന്ന് പ്രാർത്ഥിക്കണം, മൂസക്കും മൂസൻ്റെ ആൾക്കാർക്കെതിരെ പ്രാർത്ഥിക്കും, ഒരു തൊലഞ്ഞു പോട്ടെ. പക്ഷെ ഇയാൾ ആദ്യം വിസമ്മതിച്ചു, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ അവർ പ്രലോഭിച്ചു, പണം കൊടുത്തു, സ്ഥാനം കൊടുത്തു, പലതും ദുനിയവിയായ പലതും മുന്നിൽ കാഴ്ചവെച്ചു. ഈ ദീനിൽ നിന്ന് നമ്മളെ ചാടിക്കാൻ ചെയ്താൻ പല രൂപത്തിൽ വരും, പല പ്രലോഭനങ്ങളും വരും, പലതും വരും, പല പരീക്ഷണങ്ങളും മുന്നിലുണ്ടാകും.
പക്ഷെ ഇയാളുടെ മുന്നിൽ ആ പരീക്ഷണങ്ങൾ വന്നപ്പോൾ ആ ഫിത്നയിൽ അയാൾ അകപ്പെട്ടു. സമ്പത്ത് കിട്ടിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മൂസാ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ അയാളുടെ നാവ് ഉയർത്തി. പക്ഷേ നാവിൽ നിന്ന് വന്നത് അയാൾ ഉദ്ദേശിച്ച വരികളായിരുന്നില്ല. ആ പ്രാർത്ഥന അയാൾക്ക് തന്നെ എന്തായി? വിനയായി ഭവിച്ചു എന്നാണ് ആ ഹദീസിനെ വിശദീകരിക്കുന്ന മുഹദ്ദിസുകൾ ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അയാൾ തന്നെ തകർന്നു പോയി ഞാൻ. കാരണം ഈ സംഭവം ഞാൻ എടുത്തുദ്ധരിച്ചത് കുറേ കാലം നല്ല നിലക്ക് നിലനിന്ന് പിന്നെ ഇതിൽ നിന്ന് തെന്നി മാറുന്ന ഒരുപാട് ആളുകളുടെ കഥ വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു തരുന്നു. നബിയുടെ ഹദീസുകളിൽ കാണുന്നു. അതിലകപ്പെടാൻ പാടില്ല. ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ. ഈ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ ഇനിയും മരണം വരെ അത് പറഞ്ഞ വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമല്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, കഴിവിനല്ലേ വത്തഖുല്ലാഹ മസ്തതഅതും. കഴിയണ പോലെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിൽ ഒരു സത്യസന്ധത കൊണ്ടുവരിക. നമ്മുടെ ഈമാന്റെ വിഷയത്തിൽ സത്യസന്ധത വരിക, കർമ്മങ്ങളുടെ വിഷയത്തിൽ സത്യസന്ധത വരിക. നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ മറ്റു വ്യക്തി ജീവിതങ്ങളിൽ, സാമൂഹിക ജീവിതങ്ങളിൽ ആ ഒരു ദീനിനെ മുറുകെ പിടിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ജീവിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു നമുക്ക് ഇഫ്ഫത്ത് നൽകും, അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകും, അള്ളാഹു നമുക്ക് ക്ഷമിക്കാനുള്ള വക നൽകും, അള്ളാഹു നമുക്ക് തഖ്വക്കുള്ള മാർഗങ്ങൾ ഒരുക്കി തരും. അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇവിടെ ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. ഈ ദീന് കിട്ടിയിട്ട് അതിൽ നിന്ന് തെന്നിമാറിയവരുണ്ട്. എന്നാൽ ഈ ദീന് കിട്ടിയിട്ട് അതിനെ എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിച്ചു വന്ന മഹത്തുക്കളും നമുക്ക് മുന്നിലുണ്ട്. ഈ സംസാരങ്ങൾ നമ്മുടെ ദീനിനെ മരണം വരെ നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു അന്നമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തിന്മകളും കുറ്റങ്ങളും അതിലുള്ള പോരായ്മകളും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇച്ഛകളാണ് പലപ്പോഴും നമ്മളെ ഇതിൽ നിന്നൊക്കെ പിന്നോട്ടേക്ക് വലിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായ ത്വരകളാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഈ ദീനിനെ മരണം വരെ നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ. അവൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന, അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുലേക്ക് കീഴൊതുങ്ങുന്ന, അവൻ്റെ കൽപ്പനകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും അതിനനുസരിച്ച് റബ്ബിലേക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. മുസ്ലിമീങ്ങളായി റബ്ബെ നീ ഞങ്ങളെ മരിപ്പിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ. അള്ളാഹുവെ മരണം വരെ ഈ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ കൂട്ടിവെക്കാൻ റബ്ബെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അള്ളാഹു ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹു ഈ കഴിഞ്ഞ നാളുകളിൽ അഖിലം നിന്നിലേക്ക് ഉയർത്തിയവരാൻ ഞങ്ങളെ പ്രാർത്ഥനകളെ സ്വീകരിക്കണേ. പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളുമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കട്ടെ. പല പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹുവെ അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ. അള്ളാഹുവെ എല്ലാ നിലക്കും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമാധാനവും സ്വസ്ഥതയും നൽകണേ. ഞങ്ങൾ തൊഴിൽ എളുപ്പാക്കി തരണേ. തൊഴിലിലുണ്ടാകുന്ന പ്രയാസങ്ങൾ റബ്ബേ നീ നീക്കി തരണേ. അവിടെ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള വിവരവും വിവേകവും റബ്ബേ നീ പ്രദാനം ചെയ്യണേ. ഈ രാജ്യത്ത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുവെ അതിൽ ആശ്വാസം നൽകണേ. ഭരണാധികാരികൾക്ക് സ്ഥൈര്യം കൊടുക്കണേ. ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ മുക്കിലും മൂലയിലും ഇതിനെ കാക്കുന്ന ഒരുപാട് സൈന്യ ഭടന്മാർ അള്ളാഹു നീ അവർക്ക് ശക്തി പകരണേ. അവർക്ക് ഉറച്ച നിലനിൽപ്പ് കൊടുക്കണേ, ക്ഷമ കൊടുക്കണേ. അള്ളാഹുവെ ഈ രാജ്യത്ത് എന്ത് സമ്പത്തും ചെലവഴിച്ച് എന്തും കൊടുത്ത് നമ്മളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അശ്രാന്തം പരിശ്രമിക്കുകയാണ്. അള്ളാഹു അവർക്ക് നന്മകൾ നൽകട്ടെ. ഈ രാജ്യത്തെ തകർക്കാൻ പരിശ്രമിക്കുന്ന കുബുദ്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله.